KPCCയുടെ വിലക്ക് മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ തെരുവുകളിൽ മുഖ്യമന്ത്രി പോര് രൂക്ഷം. പരസ്യ പ്രസ്താവനകൾക്കും പ്രകടനങ്ങൾക്കും ഏർപ്പെടുത്തിയ വിലക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ തെരുവ് കീഴടക്കിയത്. സെക്രട്ടേറിയറ്റിന് സമീപം സ്ഥാപിച്ച KC അനുകൂല ഫ്ലക്സ് ബോർഡ് ഒരു വിഭാഗം കീറിയെറിഞ്ഞു. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് പലയിടങ്ങളിലും പ്രകടനങ്ങൾ അരങ്ങേറി. അതേസമയം ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഒഴിവാക്കണമെന്ന് VD സതീശൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രതിഷേധങ്ങളുടെ രീതിയും പോക്കും എന്താണെന്ന് പരിശോധിക്കാം. TS ഹരികൃഷ്ണയും മുഹമ്മദ് ഷഹീദും ഷിനോജ് എസ്റ്റിയും സ്നേഹമോളും ചേരുന്നുണ്ട്. ഷഹീദ്, കോഴിക്കോട്ടെ പ്രകടനത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പ്രകടനത്തിനൊപ്പം ചേർന്നുവോ? എന്തൊക്കെ ആവശ്യങ്ങളാണ്, എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത്? അനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളം നിന്ന് തുടങ്ങി പാളയം കഴിഞ്ഞിട്ട് കിഡ്സൺ കോർണറിൽ എത്തി നിൽക്കുകയാണ്. മുദ്രാവാക്യം പിടിച്ച് അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് പിന്തുണ അർപ്പിക്കുന്നു. കണ്ണേ കരളെ VDSA എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞങ്ങളെ ചങ്കിലെ റോസാപ്പൂവേ എന്നൊക്കെ പറഞ്ഞ് പണ്ട് VS അനുകൂലികൾ VSന് വേണ്ടി തെരുവിൽ നടത്തിയ മുദ്രാവാക്യത്തിന് സമാനമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ VDSന് വേണ്ടി, VD സതീശന് വേണ്ടി മുഴങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി തളർന്നു കിടന്ന് തോറ്റുകിടന്ന സമയത്ത് അതിനെ ഊർജ്ജമേകി അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച നേതാവാണ് VD സതീശൻ. ആ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം, അദ്ദേഹത്തിനെ തഴയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ കോൺഗ്രസിന് വേണ്ടി സമരം ചെയ്ത് ജയിലുകളിലും പോലീസ് ലോക്കപ്പുകളിലും കിടന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ഫാൻസ് അല്ല, ഇത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ കിഡ്സൺ കോർണറിന് മുൻപിൽ SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുമ്പിൽ ഇപ്പോൾ പ്രകടനം എത്തിയിരിക്കുന്നു. നിരവധി പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ്. മനസ്സിലാക്കുന്നിടത്തോളം ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ചില നേതാക്കന്മാരൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മണ്ഡലം തലത്തിലുള്ള ചില നേതാക്കന്മാരൊക്കെ പ്രകടനത്തിൽ നേരിട്ട് പ്രാദേശിക പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ പ്രകടനം കണ്ട്, പ്രതിഷേധം കണ്ട് നേതൃത്വം തിരുത്തണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കുറ്റ്യാടിയിൽ രാത്രി 8 മണി സമയത്ത് വലിയ പ്രകടനം, കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം സമാനമായ രീതിയിൽ VD സതീശന് അനുകൂലമായി നടന്നിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൊയിലാണ്ടി, പേരാമ്പ്ര, വടകര ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ, ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ VDക്ക് അനുകൂലമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടക്കുന്നു. അതിന്റെ ഒരു ഭാഗമായാണ് കോഴിക്കോട് നഗരത്തിലും ഇപ്പോൾ ഈ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. കിഡ്സൺ കോർണറിൽ ഇപ്പോൾ പ്രകടനം എത്തി നിൽക്കുകയും ചെയ്യുന്നത്. കോഴിക്കോട്ടെ പ്രകടനത്തിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തലസ്ഥാനത്തേക്ക് പോകാം. നേരത്തെ തലസ്ഥാനത്ത് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി. വലിയ രോഷം VD അനുകൂലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ചിലർ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ, നേരത്തെ സ്ഥാപിച്ച ഫ്ലെക്സുകളാണ്, ഫ്ലെക്സ് വലിച്ചു കീറുന്ന കാഴ്ച നമ്മൾ കണ്ടു. TS ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, അവിടെ രംഗം ശാന്തമായോ? എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഏകദേശം ഉണ്ടായിരുന്നു ഈ മാർച്ചിൽ? അവർ ഉയർത്തിയ മുദ്രാവാക്യവും അവിടെ നേരത്തെ അരങ്ങേറിയ ചില സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങൾ എന്ന വണ്ണം ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ഉൾപ്പെടെ വലിച്ചു കീറി. എന്തായിരുന്നു നേതാക്കളുടെ പ്രതികരണം? അതെ, നല്ല ആളുകളുണ്ടായിരുന്നു, വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായ എനിക്ക് തോന്നുന്നു 400ഓളം ആൾക്കാർ, 400ഓളം പ്രവർത്തകർ ഈ അഭിപ്രായ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ അഭിപ്രായ പ്രകടനം തുടങ്ങിയത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് പ്രതിഷേധ പ്രകടനമായി എന്ന് പറയാം. അതിൻ്റെ കാരണം ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്നത് KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് ആയിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ KC വേണുഗോപാലിൻ്റെ ചിത്രം, കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഫ്ലെക്സാണ്. അത് സെക്രട്ടേറിയറ്റിൻ്റെ കൻ്റോൺമെൻറ്റ് നോർത്ത് ഗേറ്റിൻ്റെ നേരെ തൊട്ടടുത്താണ് അതുണ്ടായിരുന്നത്. ആ ഫ്ലെക്സ് ഈ പ്രവർത്തകർ വലിച്ചു കീറി അവിടെ VD സതീശൻ്റെ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചു. അതായത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന പ്ലക്കാർഡുമായിട്ടാണ് ഈ പ്രവർത്തകർ VD സതീശന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയത്. ആ പ്ലക്കാർഡുകൾ ഇവിടെ വയ്ക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഇനി ആ നോർത്ത് ഗേറ്റിൻ്റെ ആ പരിസരത്തേക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ K സുധാകരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന KC വേണുഗോപാലിൻ്റെ ഒരു ചിത്രം അവിടെ വച്ചിരുന്നു. ഒരു ഫ്ലെക്സ് അവിടെ ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സും ഈ പ്രകടനത്തിൽ പങ്കെടുത്തവർ വലിച്ചു കീറുകയുണ്ടായി. അതിനടുത്ത് VD സതീശൻ്റെ മറ്റൊരു ഫ്ലെക്സ് ഉണ്ട്. ഇത് കൂടാതെ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ VD സതീശൻ്റെ നാച്ചുറൽ ചോയ്സ്
എന്ന തലക്കെട്ടോടുകൂടി വി.ഡി. സതീശൻ്റെ മറ്റൊരു ഫ്ലെക്സ് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വച്ചിരിക്കുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരേ വികാരം മുന്നോട്ട് വെച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനമാണ്. പ്രകടനം പക്ഷേ ഈ ഒരു പ്രതിഷേധ സൂചകമായി കണ്ടത് ഈ ഫ്ലെക്സ് വലിച്ചു കീറി എന്നുള്ള കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രമുള്ള ഫ്ലെക്സുകൾ വലിച്ചു കീറി എന്നുള്ളതാണ്. മറ്റുള്ളതെന്നാൽ പുളിമൂട് ജംഗ്ഷൻ വരെ പ്രകടനമുണ്ടായിരുന്നു. അവിടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വി.ഡി. സതീശന് വേണ്ടിയുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ച് ആ പ്രകടനം അവസാനിപ്പിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. തലസ്ഥാനത്തിലെ വിവരങ്ങൾ, തലസ്ഥാനത്തുണ്ടായ പ്രതിഷേധങ്ങളുടെ വിശദാംശങ്ങളാണ് നൽകിയ ചീഫ് ഹരികൃഷ്ണ. കോട്ടയത്ത് നേരത്തെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഉറച്ച സ്വരത്തിലാണ് കോട്ടയത്ത് ഓരോ പ്രവർത്തകരും വി.ഡിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, കോട്ടയത്തെ സ്ഥിതി ശാന്തമായോ? പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ? എത്രത്തോളം പങ്കാളിത്തമുണ്ടായിരുന്നു? പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. പ്രകടനത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രകടനത്തിന്റെ അവസാന ഭാഗമായി കഴിഞ്ഞു. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് ജില്ലയിൽ 5 ഇടത്താണ് ഈ വി.ഡി. സതീശന് വേണ്ടി ഇത്തരത്തിൽ പ്രകടനം നടന്നിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ തന്നെ 3 ഇടത്ത് നടന്നിട്ടുണ്ട്. പുതുപ്പള്ളി കവലയിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാമ്പാടി, അയർക്കുന്നം, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തെക്കേക്കര, അങ്ങനെ 5 ഇടങ്ങളിൽ ഇത് 5 മണിക്ക് തന്നെ വി.ഡി. സതീശന് ഒപ്പം വേണ്ടി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനമൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ കൂടി നമുക്ക് വെച്ചിരിക്കുന്നു. സതീശൻ വരണം, തീർച്ചയായിട്ടും വരണം. പുള്ളി വന്നേ ഒക്കുള്ളൂ. വി.ഡി. സതീശൻ തന്നെ വരണം. വി.ഡി. സതീശൻ തന്നെ വരണം. പട നയിച്ചവൻ വേണം ജനത്തെ നയിക്കുവാൻ. ഞങ്ങളൊക്കെ 40-45 വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഇത് ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു സെക്രട്ടറിയാണ്. ഞാനും ഒരു സെക്രട്ടറിയാണ്, ഈ മണ്ഡലം സെക്രട്ടറിയാണ്. ജനത്തിന്റെ വികാരമാണ്, അല്ലാതെ AICC-ന്ന് ഒരാള് കെട്ടിയിറക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. മത്സരിച്ചതിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചതിൽ ആരായാലും ഞങ്ങൾക്ക് എതിർപ്പില്ല. അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചത് പിന്നെ വി.ഡി. സതീശനാണ് കഷ്ടപ്പെട്ടത്. പാർട്ടി വളർത്താൻ വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഓടി നടന്ന വി.ഡി. സതീശനാണ്. യാത്ര നടത്തി എല്ലാ ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ആവശ്യത്തിന് ഫണ്ടുകൾ കൊടുത്തു. അപ്പൊ അങ്ങനെ മത്സരിച്ച് വിജയിച്ച ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കേണ്ട, മത്സരിക്കാത്തൊരു വ്യക്തിയെ മുകളിൽ നിന്ന് കൊണ്ടുവന്നാൽ അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ട്. കെ.സി. വേണുഗോപാൽ ഞങ്ങളുടെ വിഷനുള്ള നേതാവാണ്. വിഷനുള്ള നേതാവ്. എംപിമാർ മത്സരിക്കണ്ട എന്നൊരു ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ട് ഒരു എംപി ഇപ്പൊ ഇവിടെ നൂലെ കെട്ടിയിറക്കാൻ ശ്രമിക്കണ്ട. ഇവിടുത്തെ ജനം അനുവദിക്കത്തില്ല. ആലപ്പുഴ നിൽക്കുന്ന ഒരു എം പി തോറ്റുപോയല്ലേ ഈ പുള്ളി ഉത്തരവാദിയാവോ? കോൺഗ്രസിന്റെ ആലപ്പുഴ നിൽക്കുന്ന ഒരു എം പി തോറ്റുപോകും. BJP-ക്കാർ ജയിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ഉത്തരവാദിയാണോ? ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ UDF-ന് തോൽവി ഉണ്ടാകും. ഇരിക്കൂറിൽ ജയിക്കുമെന്ന് ഉറപ്പില്ല, ആലപ്പുഴയിൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ പല കാരണങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സതീശന് അനുകൂലികൾ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ 5 വർഷം കേരളത്തെ നയിച്ചത് വി.ഡി. സതീശനാണ്. മാത്രമല്ല, ഇപ്പം പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ നേരിടുക മാത്രമല്ല ഇത്, മറ്റ് സമുദായ സംഘടനകൾ, അതിൻ്റെ നേതാക്കൾ പോലും വർഗീയത പറയുമ്പോൾ അതിനെ തുറന്നു കാണിക്കാൻ തയ്യാറായ വി.ഡി. സതീശനാണ്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാണ്. അതിനകത്ത് ഞങ്ങളുടെ ആഗ്രഹം, പിന്നെ നേതാക്കന്മാരെല്ലാം അർഹതയുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വി.ഡി. സതീശനാണ് ഏറ്റവും ഉത്തമമായ സതീശൻ തന്നെ പറഞ്ഞു. വന്നല്ലേ കേരളത്തിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ, വേറെ ആരും രക്ഷിക്കാൻ പറ്റുകയില്ല. 2 ടേൺ LDF കയറിയെങ്കിൽ അത് UDF-ന്റെ തളർച്ച കൊണ്ട് സംഭവിച്ചു. ഇതിനെ ശക്തിപ്പെടുത്തിയ 100 കോടിയിൽ മേളിൽ എത്തിച്ചെങ്കിൽ അത് സതീശന്റെ വി.ഡി. സതീശൻ തന്നെ വരണം, ഞങ്ങളുടെ അഭിപ്രായമാണ്. അവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ വരണം. പുറത്തുനിന്ന് MP ആയിരിക്കുന്ന ഒരാളെ വീണ്ടും ഇത്തരത്തിൽ കെട്ടിയിറക്കുന്നത് വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കും. അത് ചെലം ഉണ്ടാക്കും. അത്തരത്തിൽ അത് വീണ്ടും ജനങ്ങളുടെ ഒരു എതിർപ്പ് സമ്പാദിച്ചു വെക്കുന്നതിന് കാരണം. അതിനാൽ തന്നെ സതീശൻ വരണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്ത് 5 ഇടത്താണ് ഒരേ സമയം ഇത്തരത്തിൽ പ്രകടനം നടക്കുന്നത്. DCC പ്രസിഡന്റിന്റെ KPCC പ്രസിഡന്റിന്റെ വിലക്കുൾപ്പെടെയുണ്ട്. പക്ഷേ ആ വിലക്കുകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, മീനടം പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കളൊക്കെ തന്നെ ഈ പ്രകടനത്തിന്റെ ഭാഗമാണ്. ഷിനോജസ്റ്റിയാണ് കോട്ടയത്തെ പ്രകടനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഓരോ ജില്ലകളിലും പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതെല്ലാം വി.ഡി. സതീശന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളിയാണ്. വി.ഡി. സതീശനെ ഇപ്പോൾ നമുക്ക്